ചാലശ്ശേരി ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൽ നഴ്സിന് അണലിയുടെ കടിയേറ്റു. ചികിത്സയ്ക്ക് ശേഷം അപകടനില തരണം ചെയ്തു. ചാലശ്ശേരി പെരുമണ്ണൂർ എസ്റ്റേറ്റ് പടിയിൽ പ്രവർത്തിക്കുന്ന പഞ്ചായത്ത് ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൽ ഡ്യൂട്ടിക്കിടയിലാണ് നഴ്സിന് അണലിയുടെ കടിയേറ്റത്. ഈ ഓണം സമൃദ്ധിയുടേതാക്കൂ സ്കൈ ഗോൾഡിനൊപ്പം. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി. പെരിന്തൽമണ്ണ, നിലമ്പൂർ ആൻഡ് പൊന്നാനി. ചവക്കാട് സ്വദേശിനിയും കഴിഞ്ഞ 2.5 വർഷമായി ആരോഗ്യ കേന്ദ്രത്തിൽ സേവനമനുഷ്ഠിച്ചു വരികയുമായിരുന്ന മിസ്ട്രിയയ്ക്കാണ് ബുധനാഴ്ച രാവിലെ ആശുപത്രി വളപ്പിൽ വെച്ച് വിഷപ്പാമ്പിന്റെ കടിയേറ്റത്. കടിയേറ്റ ഉടനെ തന്നെ മിസ്ട്രിയെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ഐസിയുവിൽ നിരീക്ഷണത്തിലായിരുന്ന ഇവർ അപകടനില തരണം ചെയ്തതിനെ തുടർന്ന് പിന്നീട് മുറിയിലേക്ക് മാറ്റി. നിലവിൽ ചികിത്സ തുടരുകയാണെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. ആശുപത്രിയുടെ പിന്നാമ്പുറത്തെ പൊന്തക്കാടിന് സമീപത്തു വെച്ചാണ് മിസ്ട്രിയയ്ക്ക് അണലിയുടെ കടിയേറ്റത്. ആശുപത്രി വളപ്പിൽ മുറിച്ചുമാറ്റിയ മരങ്ങൾ ആഴ്ചകളായി നീക്കം ചെയ്യാതെ കൂട്ടിയിട്ടിരിക്കുന്നതാണ് പാമ്പുകൾ തമ്പടിക്കാൻ കാരണമായതെന്നും ഇതാണ് അപകടത്തിന് വഴിവെച്ചതെന്നുമാണ് പ്രദേശവാസികളുടെ ആരോപണം. വലിപ്പമേറിയ അണലിയാണ് കടിച്ചതെന്നാണ് പറയപ്പെടുന്നത്. അതിനാൽ സമീപത്ത് അതിന്റെ കുഞ്ഞുങ്ങളും ഉണ്ടായിരിക്കാമെന്ന ആശങ്ക പ്രദേശവാസികൾ പങ്കുവയ്ക്കുന്നുണ്ട്. ആശുപത്രി പരിസരം അടിയന്തരമായി വൃത്തിയാക്കി സുരക്ഷാ നടപടികൾ കൈക്കൊള്ളുമെന്ന് വാർഡ് മെമ്പർ അറിയിച്ചു. അവിടുത്തെ നഴ്സ് അവിടെ നിന്ന് വൈകിട്ട് അതിന്റെ പുറത്തേക്കൊന്ന് കുറച്ച് മുന്തയും കാടൊക്കെ പിടിച്ച് കിടക്കുന്ന സ്ഥലമാണ്. അപ്പൊ അവിടെ ഒന്ന് വൃത്തിയാക്കുന്ന സമയത്താണ് അണലി വർഗത്തിൽപ്പെട്ടിട്ടുള്ള പാമ്പ് കടിച്ചിട്ടുണ്ട്. അതിനുമായിട്ട് പിന്നെ ഹോസ്പിറ്റലിൽ പോയി 2 ദിവസമൊക്കെ ഒരു സീരിയസ് ആയിരുന്നു. ഐസിയുലേക്ക് കിടന്നു. അത് കഴിഞ്ഞിട്ട് റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇന്നലെയൊക്കെ നഴ്സിൻ്റെ അടുത്ത് പോയിരുന്നു. അപ്പോൾ അപകട നിലയൊക്കെ തരണം ചെയ്തു, കുഴപ്പമില്ല. പിന്നെ പഞ്ചായത്ത് സെക്രട്ടറി, പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി, ആനി എല്ലാവരും വന്നിരുന്നു. വന്നപ്പോൾ ഞങ്ങളവിടെ പിന്നെ ഞാനും പോയിരുന്നു. എല്ലാം അവിടെ പരിശോധിച്ചു. നോക്കുമ്പോൾ എന്താ വെച്ചാൽ കുറച്ച് പിന്നെ മുന്തയും കാടും ഒക്കെ പിടിച്ചൊരു ഇതിലാണ് കിടക്കുന്നത്. അപ്പോൾ എന്തായാലും എത്രയും പെട്ടെന്ന് അവിടെ വൃത്തിയാക്കി ഞങ്ങൾ നല്ലൊരു ഇതിനെ കൊണ്ടുവരാന്നുള്ള ഇതിലാണ്. അപ്പോൾ ആദ്യം വേണം. ഇപ്പം ഇന്നൊക്കെ നല്ല മഴയായ കാരണം കൊണ്ടാണ് നാളെ വരുന്നത് 2 ദിവസത്തിനുള്ളിൽ എല്ലാം വൃത്തിയാക്കി ക്ലിയർ ആക്കി കൊടുക്കാന്നുള്ളൊരു ഉദ്ദേശം.